അങ്ങനെ ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ വേണ്ടി വന്നേക്കാണ്. ഇതാണ് അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അടൂരെ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റൽ എന്ന് തന്നെ പറയാം കേട്ടോ. എല്ലാ ഡോക്ടേഴ്സും ഉണ്ട്, പക്ഷേ പ്രഗ്നൻസി കാര്യങ്ങൾക്കാണ് കുറച്ചുകൂടി ഇവിടെ ഇമ്പോർട്ടൻ്റ്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തി. എന്നെ ഇറക്കിയിട്ട് അവർ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി. എൻ്റെ കൂടെ അമ്മയും അച്ഛനും വിശാഖും ഉണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഇനിയിപ്പം അഡ്മിഷനുള്ള പ്രൊസീജിയറും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കണം. എൻ്റെ അടുത്ത് ബ്ലഡ് ടെസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ചെയ്യണം. അതിനു മുമ്പ് ഡോക്ടറിനെ കണ്ടിട്ട് വേണം റൂമിലേക്കൊക്കെ പോകാൻ. എൻ്റെ ഡോക്ടർ നിർഫിൻ സാറായിരുന്നു. അപ്പോൾ സാറിനെ കാണാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ് ഇവിടെ. അങ്ങനെ സാറിനെ കണ്ടു ഇറങ്ങി. സാറ് ടെസ്റ്റ് പറഞ്ഞു, അപ്പം ബ്ലഡ് ടെസ്റ്റൊക്കെ പറഞ്ഞു. അപ്പം ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഭയങ്കര ടെൻഷനുണ്ട് കേട്ടോ, കാരണം എൻ്റെ ആദ്യത്തെ പ്രസവമാണല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ഈ റീൽസിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ പ്രസവത്തിനൊക്കെ പറ്റി. അപ്പോൾ അങ്ങനെ തന്നെ പേടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് സൂചി കണ്ടപ്പോൾ തന്നെ നല്ല പേടിയായി. അങ്ങനെ കുത്തി വെക്കാൻ വേണ്ടി പോവാണ്. അതിനു മുമ്പ് സ്കാനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ആണ് ബ്ലഡ് ടെസ്റ്റ്. ഈ കുത്തിവെപ്പിന് നല്ല വേദനയായിരുന്നു കേട്ടോ, കാരണം കുറച്ചധികം ബ്ലഡ് എടുക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ടെസ്റ്റുകൾ എന്തോ ഉണ്ടായിരുന്നു, അതിനെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല വേദനയുണ്ടായി. പൊതുവേ എനിക്ക് കുത്തിവെപ്പ് ഭയങ്കര പേടിയാണ്. സൂചി എന്ന് വെച്ചാൽ ഭയങ്കര പേടിയുള്ളൊരു സാധനമാണ്. ഞാൻ പണ്ടൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പം ഇഞ്ചക്ഷന് പകരം ടാബ്ലറ്റ് ആയിരുന്നു ചോദിച്ച് വാങ്ങാറ്. അങ്ങനെ അത് കഴിഞ്ഞിട്ടൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വന്നേക്കുക. ഇവിടെ എല്ലാ സാറ്റർഡേയും ക്ലാസ് ഉണ്ട്. പ്രഗ്നൻസി വുമൻസിന് വേണ്ടി ക്ലാസ് ഉണ്ട്. ആഫ്റ്റർ ഡെലിവറി എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളൊരു ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് ഇവർ തരുന്നുണ്ട്. അപ്പം ഞാനത് എനിക്ക് ആകെപ്പാട് ഇവിടുന്ന് ഒരു ക്ലാസ്സേ കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞ് ലിഫ്റ്റിലേക്ക് കയറാൻ പോവാണ്. അപ്പം ഞാനും അമ്മയും അച്ഛനും വിശാഖും ഉണ്ട്. പാസ് എടുക്കണം ഇവിടെ കയറണമെങ്കിൽ. അപ്പം ഒരു പാസ്സിൽ 4 പേർക്ക് കയറാൻ പറ്റും. എന്നിട്ട് ഞാൻ റൂമിലേക്ക് പോവാണ്. 7th ഫ്ലോറിലായിരുന്നു കേട്ടോ എൻ്റെ റൂം. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. ഇതിൽ പല ഡ്രസ്സ് കാണാൻ പറ്റും കേട്ടോ. അതിൽ ഞാൻ പല ദിവസമായിട്ട് എടുത്തുകൊണ്ടാണ് അങ്ങനെ വന്നത്. ചെറിയൊരു ബാൽക്കണിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. എന്നുവെച്ചാൽ ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ തോന്നാത്ത രീതിയിലൊരു ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്ന ഒരു ഫീൽ കിട്ടാൻ വേണ്ടി അങ്ങനെയാണ് റൂം സെലക്ട് ചെയ്തത്. നമ്മൾ പ്രീമിയം ഡിലക്സ് ആയിരുന്നു എടുത്തത്. എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു റൂമിൽ. അപ്പോൾ കുറച്ച് കൂളായിട്ട് ടെൻഷനൊക്കെ ഒന്ന് മാറ്റിയിട്ട് റൂമിലിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നേരത്തെ വന്ന് റൂമിലൊക്കെ തന്നെ ഇരിക്കാൻ തുടങ്ങി. നല്ല കുറച്ച് നമുക്ക് ആവശ്യത്തിനെല്ലാം വെക്കാൻ പറ്റിയ വലിയ കബോർഡും ടിവിയും ഫ്രിഡ്ജും അങ്ങനെ എല്ലാം നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാം റൂമിലുണ്ട്. എന്നോട് നെയിൽ പോളിഷൊക്കെ കളഞ്ഞിട്ടിരിക്കാൻ പറഞ്ഞു കേട്ടോ. നാളെ രാവിലെ 3:30 ഞാൻ ലേബർ റൂമിൽ പോകും. അപ്പോൾ നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ കേട്ടോ. നെയിൽ പോളിഷ് കളയാനായിട്ടത് പോണില്ലടെ. 2 കോട്ട് അടിച്ചിട്ടുണ്ട്. മുടിയൊക്കെ പിന്നിയിട്ടുണ്ട്. വെളുപ്പിന് 3 മണി കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് മുടിയൊക്കെ പിന്നിയിട്ടതാണ്. ഇനിയിപ്പോൾ ഞാൻ ലേബർ റൂമിലേക്ക് പോവാം. നല്ല ടെൻഷനുണ്ട് കേട്ടോ, നല്ല ടെൻഷനാണ്. വെളുപ്പിന് 3 മണി കഴിഞ്ഞിട്ട് മുടിയൊക്കെ പിന്നിയിരിക്കും. ഇപ്പം 3:30 ആകുമ്പോൾ ലേബർ റൂമിൽ കൊണ്ട്. അങ്ങനെ വെളുപ്പിന് 3 മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങി. റൂമൊക്കെ പൂട്ടി ഇറങ്ങി.
അമ്മയും വിശാഖും കൂടെ തന്നെ ഉണ്ടായിരുന്നു. അച്ഛൻ വീട്ടിലേക്ക് പോയി. അപ്പം ഞങ്ങൾ ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അവർ തരുന്ന നീല ഡ്രസ്സിലൊക്കെ കയറണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക. ഫ്രണ്ടിൽ തന്നെ നമ്മുടെ നേഴ്സും ഉണ്ട് കൂടെ. അങ്ങനെ ലിഫ്റ്റിലേക്ക് കയറുകയാണ്. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് ഉള്ളിലേക്ക് കയറുകയാണ്. നല്ല ടെൻഷനുണ്ട്, പേടിച്ച് വിറച്ചിട്ടാണ് ഈ കയറുന്നത് കേട്ടോ. ആദ്യം ഫസ്റ്റ് എന്നെ കൊണ്ടുപോയത് ലേബർ റൂമിലാണ്. കാരണം ഞാൻ ലേബർ റൂമിൽ ചെന്ന സമയത്ത് ഒരു 10 പേരോളം അവിടെ ഉണ്ടായിരുന്നു. അതിലും രസമെന്ന് പറഞ്ഞാൽ ഈ ലേബർ റൂമിൽ ചെല്ലുമ്പോൾ നമ്മൾ ഓക്കെ കുഴപ്പമില്ല, നമ്മൾ ടെൻഷൻ ഉണ്ടെങ്കിലും ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ കൂളായിട്ടൊക്കെ ചെന്ന് കയറും. പക്ഷെ അവിടെ അപ്പുറത്തൊക്കെ കിടക്കുന്ന ഒരു പ്രസവ വേദന എടുത്ത് കാറി വിളിക്കുന്നത് കേൾക്കുമ്പോഴുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നമുക്കുണ്ടായിരുന്ന ഒരു ധൈര്യം ഉണ്ടായിരുന്നു, അത് മൊത്തം ചോർന്നു. പേടിച്ചിട്ട് അത്രയും നമ്മൾ പേടിച്ചു പോകും. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു കരച്ചിലല്ല അവിടെ കേൾക്കണത്. കാരണം സഹിക്കാൻ പറ്റാത്തൊരു കരച്ചിലുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടവും ഒക്കെ വന്നിട്ട് വല്ലാത്തൊരവസ്ഥയാണ്. ഞങ്ങൾ ബുക്ക് ചെയ്തത് സ്യൂട്ട് റൂമായിരുന്നു. കാരണം അപ്പം സ്യൂട്ട് റൂമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. സ്യൂട്ട് റൂം എന്ന് പറഞ്ഞാൽ ലേബർ റൂം അല്ല കേട്ടോ. കാരണം അതൊരു സെപ്പറേറ്റ് റൂം തന്നെയാണ്. അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്, TV ഉണ്ട്, എല്ലാം ഉണ്ട്. സോഫ, TV, കൂടെ ഉള്ളവർക്ക് ഇരിക്കാനും എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അപ്പം നമുക്കതൊരു എന്താ പറയുന്നത്, നമ്മൾ പ്രസവിക്കാൻ വന്നൊരു റൂമാണെന്നൊന്നും തോന്നില്ല. അപ്പം ഞാനിത് കിട്ടാനൊരു 8 മണിയാകും, രാവിലെ 8 മണിയാകും. കാരണം അവിടെ വേറൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അപ്പം അവർ ഡിസ്ചാർജ് ആയിട്ട് വേണം എനിക്ക് ലേബർ റൂമിൽ കയറാൻ. അപ്പോൾ അതുകൊണ്ടാണ് ലേബർ വാർഡിൽ വന്നത്. ഇവിടെ ഒരു 10 പേരോളം ഉണ്ട്. അവിടെ ഞാൻ ചെന്ന് കയറിയപ്പോൾ തന്നെ ഒരു പെൺകുട്ടി ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഞാൻ സഹിക്കാൻ പറ്റുന്നില്ല. അത് കരഞ്ഞിട്ട് എനിക്ക് പേടിയായിട്ട് എനിക്ക് ബോധമൊക്കെ പോണ പോലത്തെ ഒരു ഫീലാണ്. അപ്പം ഞാൻ അടുത്തുള്ളവരോട് ചോദിച്ചു, ഈ കുട്ടി ഇപ്പം പ്രസവിക്കുമോ? അപ്പോൾ പറഞ്ഞു, ഈ കുട്ടി ഇന്നലെ വൈകിട്ടൊരു ഈവനിങ് ഒരു 7 o'clock തൊട്ട് പ്രസവവേദന എടുക്കാൻ തുടങ്ങിയതാണ്. അല്ല, രാവിലെ 7 മണി തൊട്ട് പ്രസവവേദന എടുക്കാൻ തുടങ്ങിയതാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം, ഇന്നലെ രാവിലെ 7 മണി എന്ന് പറഞ്ഞാൽ ഞാൻ പിറ്റേന്ന് രാവിലെ 7 മണിയായപ്പോഴാണ് അപ്പുറത്തുള്ള കുട്ടിയോട് ചോദിക്കണത്, ഈ കുട്ടി എന്താണ് ഇങ്ങനെ കരയണേ, ഇപ്പോൾ പ്രസവിക്കുമെന്ന് ചോദിച്ചപ്പോഴാണ്. അപ്പം ഒരു 24 hours ആ കുട്ടി പ്രസവവേദന എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് സഹിക്കാൻ പറ്റില്ല ആ കുട്ടിയുടെ കരച്ചിൽ. അത്രയും എനിക്ക് സങ്കടവും ഒക്കെ വന്നു. കാരണം ഈ ലേബർ വാർഡിൽ ആരെയും കയറ്റൂല. കാരണം 10 പേരോളം ഇത്രയും ആൾക്കാർ പ്രസവിക്കാൻ വേണ്ടി ഇങ്ങനെ കിടക്കാല്ലേ. അപ്പോൾ ഇതിലാരെയും കയറ്റില്ല. ഇതിലാരും അലൗഡല്ല, അമ്മയോ ഹസ്ബൻഡോ ഒന്നും അലൗഡല്ല. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു, പണ്ട് തൊട്ടേ, എൻ്റെ കല്യാണത്തിന് മുമ്പ് തൊട്ടേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ പ്രസവിക്കുന്ന സമയത്ത് ഹസ്ബൻഡിനെയും കൂടെ കയറ്റണമെന്ന്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ലൈഫ് ലൈനിൽ സ്യൂട്ട് റൂമാണ് ബുക്ക് ചെയ്തത്. കാരണം എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു വിശാഖ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന്. എനിക്കൊരു മെൻ്റലി സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം എനിക്കിതൊന്നും താങ്ങാനോ ഈ വേദനയോ സഹിക്കാനോ ഒന്നും എന്നെ കൊണ്ട് പറ്റൂല. അപ്പം വിശാഖ് ഉണ്ടെങ്കിൽ കുറച്ച് സപ്പോർട്ട് കിട്ടുമല്ലോ. അപ്പം ഈ സ്യൂട്ട് റൂമിൽ വിശാഖും അമ്മയ്ക്കും കയറായിരുന്നു. എൻ്റെ അമ്മയും കയറി. അച്ഛന് കയറാൻ പറ്റില്ല, അറിയാലോ, ഹസ്ബൻഡ് ആയതുകൊണ്ടാണ് കയറാൻ പറ്റുന്നത്. അച്ഛന് കയറാൻ പറ്റില്ല. അമ്മയും ഞാനും വിശാഖും ഉണ്ടായിരുന്നു സ്യൂട്ട് റൂമിൽ. അപ്പം ഞങ്ങളൊരു രാവിലെ ഈ ലേബർ വാർഡിൽ നിന്ന് ഒരു രാവിലെ 8 മണിയായപ്പോൾ സ്യൂട്ട് റൂമിലോട്ട് മാറുകയായിരുന്നു. റൂം അടിപൊളിയാണ്, റൂം തന്നെ. അതിൽ നമ്മൾ പ്രസവിക്കാൻ പോവാന്നൊന്നും നമുക്ക് തോന്നില്ല, നല്ല രസമാണ് റൂമും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ സ്യൂട്ടിൽ കയറി കഴിഞ്ഞാൽ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഡോറൊക്കെ ലോക്ക് ചെയ്തിരുന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഡോക്ടർ ഒരു 10 മണിയാകുമ്പോൾ വരും, എന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തന്ന നീല ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ തേരാപ്പാര ഉലാത്താണ്. ഹാർട്ട് ബീറ്റൊക്കെ കൂടി ടെൻഷൻ അടിച്ചിട്ട് ഉള്ള നിപ്പാണിത്. അമ്മയും വിശാഖും കൂടെ നിന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. വിശാഖ് എൻ്റെ അടുത്ത് എക്സസൈസൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് എക്സസൈസ് ഒന്നും ആ സമയത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് ലേബർ റൂമാണ്, ഇവിടുത്തെ സ്യൂട്ട് റൂമാണ് ഞാൻ എടുത്തത്.
അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിന് കൂടെ തന്നെ നിൽക്കാം, പിന്നെ അമ്മയുണ്ടെങ്കിൽ അമ്മയ്ക്കും നിൽക്കാം. അപ്പോൾ അമ്മയ്ക്ക് എത്ര നേരം നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും ഹസ്ബൻഡിന് പെയിൻ വന്ന് ബേബി ഇറങ്ങി വരുന്നത് വരെ ഹസ്ബൻഡിന് നമ്മുടെ കൂടെ തന്നെ. അങ്ങനെ ദൈവത്തിനെയൊക്കെ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. ഇത് ബേബിയുടെ ബ്രീത്തും പൾസൊക്കെ ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഓക്കെയാണ്. എനിക്ക് പെയിൻ വന്നു തുടങ്ങി, നല്ല പെയിൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം തുടക്കത്തിൽ തന്നെ നല്ലൊരു വേദനയുണ്ടായി, വേദന എടുത്ത് കിടക്കുക. പിന്നെ ഒരു പുഷ്യയിലായിരുന്നു കേട്ടോ. കാരണം പിന്നെ നേഴ്സുമാർ വന്നിട്ട്, കാരണം വിശാഖ ഇങ്ങനെ അടുത്ത് കൈ പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് നേഴ്സുമാർക്ക് പറയേണ്ടി വന്നില്ല പുഷി. അവരിടയ്ക്ക് വന്ന് അവർ കൂടെ തന്നെ നിൽക്കും, നോക്കും, പറയും പുഷിയെന്ന്. പക്ഷെ വിശാഖ നന്നായിട്ട് പുഷി പുഷി പുഷി. പിന്നെ ഒരു അംഗം വെട്ടലായിരുന്നു കേട്ടോ, പുഷ് എന്ന് പറഞ്ഞു. കാരണം എന്നിട്ട് ഞാൻ പറയും എന്നെ കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് വയ്യ, എന്നെ കൊണ്ട് പറ്റണില്ല, എനിക്ക് വയ്യ. കാരണം എൻ്റെ അമ്മയ്ക്കിത് കാണാനുള്ള ത്രാണിയില്ല. അമ്മയ്ക്ക് പേടിയാണ്. അമ്മയ്ക്ക് ഈ കുട്ടി അമ്മയ്ക്ക് ഓപ്പറേഷനായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഇത് ഭയങ്കര പേടിയായതുകൊണ്ടാണ് ഞാൻ ഒറ്റൊരാൾ നിർത്തിയത് തന്നെ. അപ്പോൾ അമ്മ കുറച്ച് മാറി, ഞാൻ പറഞ്ഞില്ലേ അവിടെ ഒരു കർട്ടനും ഉണ്ട്. അപ്പം അമ്മ അപ്പുറത്ത് സോഫയിൽ ചെന്നിരുന്നു. വിശാഖ എൻ്റെ കൈ പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. പുഷി എന്ന് പറയും. അപ്പം ഞാനിങ്ങനെ പുഷ് ചെയ്യാൻ നമുക്ക് ആ സമയത്ത് എങ്ങനെ എനിക്ക് അറിയില്ല, ആ ഫീലിങ്സ് ഒന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എൻ്റെ പൊന്നു. കാരണം നേഴ്സുമാരും വിശാഖും എല്ലാവരും കൂടി സൈഡിൽ വന്നിട്ട് പുഷി എന്ന് പറയാം. അധികം പുഷ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ എനിക്ക്. ദൈവം സഹായിച്ച് എൻ്റെ കുഞ്ഞ് വേഗം, അവനും കുറച്ച് എന്നെ ഹെൽപ്പ് ചെയ്തു. അവനും കുറച്ച് എന്നെ ഹെൽപ്പ് ചെയ്തുള്ളൂ തോന്നി. കാരണം അവനും വേഗം ഇങ്ങനെ ഇറങ്ങി വരാനായിട്ട് ഇതായി. അപ്പം എന്താ പറയുന്നത്, അപ്പം നേഴ്സുമാർ വന്ന് നോക്കിയിട്ട് പറയും ഇപ്പം വരാറായി, പുഷ് ചെയ്തു എന്ന് പറയും. അപ്പം ഞാൻ എന്നിട്ട് ഇടയ്ക്ക് ഞാൻ നേഴ്സിനോട് പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് പറ്റൂല, എനിക്ക് വയ്യ എന്ന് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു ഇല്ല പറ്റും. അപ്പോൾ വിശാഖ് പറയും പറ്റും. അപ്പം കാരണം പിന്നെ ഇടയ്ക്ക് വന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, എന്താ പറയുന്നത്, പെയിൻ റിലീഫിനുള്ളൊരു എന്താ പറയുന്നത് ഒരു ഇഞ്ചക്ഷൻ എന്തോ ഉണ്ട്. അപ്പം പെയിൻ റിലീഫിനുള്ള ഇഞ്ചക്ഷൻ വേണമെങ്കിൽ എടുക്കുക, അപ്പോൾ ഇത്രയും പെയിൻ ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ പറഞ്ഞതിന് എടുത്തോളാം. പക്ഷെ വിശാഖ അപ്പം തന്നെ പറഞ്ഞു വേണ്ട, ഇഞ്ചക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല, ഒന്നും വേണ്ട ഡോക്ടറെ, അതിപ്പം പുഷ് ചെയ്ത് തന്നെ വന്നോളൂ എന്ന്. അപ്പോൾ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. കാരണം നടുവും കാലും ഒക്കെ എനിക്കറിയില്ല, എല്ലാം കൂടി ഇങ്ങനെ വലിഞ്ഞു മുറുകി അത്രയും വേദനയായിരുന്നു. അപ്പം ഇഞ്ചക്ഷന് എന്തായാലും ഒരു ഇഞ്ചക്ഷനാണല്ലോ, എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് ഒരെണ്ണത്തിന് ഉണ്ടാവാണ്ടിരിക്കില്ലല്ലോ. അപ്പം നമ്മളെന്തായാലും വിശാഖപ്പം തന്നെ പറഞ്ഞു ഇഞ്ചക്ഷന് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്തൊരു സാധനം എന്തായാലും ഉണ്ടാവില്ല, പെയിൻ റിലീഫിനുള്ളതല്ലേ, എന്തായാലും വേണ്ടാന്ന് പറഞ്ഞു. എൻ്റെ പൊന്നോ, ഞാൻ നക്ഷത്രക്കാലെണ്ണി. അപ്പം പിന്നെ കിട്ടിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ദൈവാനുഗ്രഹം പോലെ ദൈവം അധികം പ്രസവവേദന എടുപ്പിച്ചില്ല. കാരണം ആ ഒരു കുറച്ച് പുഷിൽ തന്നെ എന്താ പറയുന്നത്, ബേബിയുടെ ഹെഡ് കണ്ട്. അപ്പം എന്നെ കൊണ്ട് പുഷ് ചെയ്യിപ്പിക്കാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ചത് വിശാഖാണ്. കാരണം 2 പുഷ് എടുത്തപ്പോൾ തന്നെ വിശാഖ് പറഞ്ഞു ബേബിയുടെ തല ഇങ്ങ് പുറത്തു വന്നു, ഇനി ഒന്നുകൂടെ പുഷ് ചെയ്താൽ വേഗം വരും. അപ്പം അങ്ങനെയാണ് എന്നോട് പറയുന്നത്, ഞാൻ കാണുന്നില്ലല്ലോ. അപ്പോൾ എന്നോട് അങ്ങനെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ അങ്ങനെയാണെങ്കിൽ 2 പുഷൂടെ വേഗം എടുത്തു കഴിഞ്ഞാൽ ബേബി ഇപ്പം വരില്ല. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഈ മോട്ടിവേഷൻ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ ഈ വേദന പെട്ടെന്ന് തീർന്ന് കിട്ടുമല്ലോ എന്ന് വിചാരിക്കും, ഞാൻ അത്രയും പുഷ് എടുക്കും. അപ്പോൾ എന്നെ ഈ പുഷ് എടുക്കാനും മോട്ടിവേഷൻ തന്നത് വിശാഖ തന്നെയാണ്. കാരണം ബേബിയുടെ തല ഇങ്ങ് വന്നു, കുറച്ചുകൂടെ നീ പുഷ് ചെയ്ത് ബേബി മൊത്തത്തിൽ ഇങ്ങ് ഇറങ്ങി വരും എന്ന് പറയുമ്പോൾ ഈ വേദന തീർന്ന് കിട്ടാൻ വേണ്ടി ഞാൻ അത്രയും പുഷ് ചെയ്തു. അപ്പം എന്താ പറയുന്നത്, സത്യം പറഞ്ഞാൽ ബേബിയുടെ തല
പുറത്തേക്ക് വരാതെ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വിശാഖ് വെറുതെ പറഞ്ഞേ. പക്ഷേ ദൈവം സഹായിച്ച് അധികം വേദനയൊന്നും, പ്രസവവേദന അധികം നേരം എടുത്ത് കിടക്കേണ്ടതൊന്നും വന്നില്ല. വേഗം തന്നെ ബേബി ഒരു 2 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ 2 മണിക്കൂറൊക്കെ 2.5 മണിക്കൂറൊക്കെ എനിക്ക് പ്രസവവേദന എടുത്ത് കിടക്കേണ്ട വന്നുള്ളൂ. അപ്പോഴത്തേക്കിനും എൻ്റെ ബേബിയുടെ ഹെഡ് പുറത്ത് വന്നപ്പോൾ തന്നെ എന്താ പറയുക, നേഴ്സുമാരൊക്കെ പോയി ഡോക്ടറിനെ വിളിച്ചു. നിങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ? പുറത്ത് വേറെ ബൈസ്റ്റാൻഡേഴ്സ് ഉള്ളൂ? വേറെ ബന്ധുക്കൾ ആരും ഇല്ല? ഓക്കെ, നോക്കിക്കോണേ. അങ്ങനെ ഞങ്ങളുടെ ബേബീനെ കുളിപ്പിച്ച് റെഡിയാക്കി സിസ്റ്റർ കൊണ്ടുവന്നു. കണ്ണൊക്കെ അടച്ച് കിടക്കുകയാണ് കേട്ടോ. അച്ചടാ, ആൺകുട്ടിയാണ് എന്ന് സിസ്റ്റർ പറഞ്ഞു. അച്ചടാ, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. ഇത്തിരിയോ ഉണ്ടായിരുന്നുള്ളൂ. കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് കൊണ്ടുവന്ന് കാണിക്കുന്ന വിശാഖിനെ അമ്മയാണ്. ചെറുതായിട്ട് കണ്ണു തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. നോർമൽ ഡെലിവറി ആയതുകൊണ്ട് തന്നെ സ്യൂട്ട് റൂമിൽ നിന്ന് അപ്പം തന്നെ ഷിഫ്റ്റ് ചെയ്ത് എന്നെ റൂമിലേക്ക് കൊണ്ടുപോവാണ്. വീൽ ചെയറിലൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ വീണ്ടും എൻ്റെ റൂമിൽ വന്നു. എൻ്റെ കുഞ്ഞാവൻ വന്നു. ആള് നല്ല ഉറക്കമാണ് കേട്ടോ. പിറ്റേന്ന് തന്നെ ഞങ്ങൾ വെക്കേറ്റായി, ഡിസ്ചാർജായി. അപ്പോൾ ഡിസ്ചാർജായിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞു വാവേനെയും കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 3 ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഹോസ്പിറ്റലിൽ. ഇപ്പോൾ ഇന്ന് വന്ന് നാളെ പ്രസവം, മറ്റന്നാൾ ഡിസ്ചാർജ്, അങ്ങനെയായിരുന്നു. അപ്പം 3 ദിവസം മാത്രമേ ഹോസ്പിറ്റലിലുണ്ടായിരുന്നുള്ളൂ. ഡെലിവറി കഴിഞ്ഞിട്ട് പിറ്റേന്ന് തന്നെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. രാവിലെ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് രാവിലെ ഉച്ചയോടെ അടുത്ത് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. കുഞ്ഞാവേനെയും കൊണ്ട് ഞാൻ ആദ്യമായിട്ട് കാറിലേക്ക് കയറുകയാണ്. ഇനി അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ ചെന്നിട്ട് ആദ്യമായിട്ട് കുഞ്ഞാവേനെയും കൊണ്ട് കയറണം. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. കാരണം കുഞ്ഞിക്കാലും കുഞ്ഞിക്കൈയും കുഞ്ഞി മൂക്കും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ. അപ്പം അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോണു.